students. അപ്പോൾ നമ്മൾ ഇന്ന് ടാക്സേഷൻ്റെ പുതിയ ചാപ്റ്ററിലേക്ക് ന്യൂ ചാപ്റ്ററിലേക്ക് കിടക്കാൻ പോയി. അപ്പോൾ അതിനു മുമ്പേ നമ്മുടെ ഈ ചാനൽ എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നമ്മൾ അതർ വീഡിയോസ്, കൂടുതൽ വീഡിയോസ് ഇൻകം ടാക്സിൻ്റെ പല ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് എന്ത് ചെയ്യുക, കാണാം. If you like, just like it. Or if you don't like, just dislike. It's up to you. എനിക്ക് ഇപ്പം ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. Then share the videos to CA fraternity or CA students or which is in relative which is in neighbor, because it is very beneficial for the students who self studies, who studies their CA their own. It would be beneficial to them. So please share the videos. Please like it, share it, and subscribe it. Please, if you have any doubt on regarding the chapters, please mention it in the responding comments. And if you have any doubt regarding other than this video, please WhatsApp me at I will just say the number 9400179824. Again, I repeat 9400179824. If you have any doubts regarding other than those videos, please WhatsApp in this number. Thank you. So let's move on to the chapter. നമ്മൾ ഇന്നെടുക്കാൻ പോകുന്ന പുതിയ ചാപ്റ്ററിന്റെ പേരാണ് ജസ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമ്മൾ വേരിയസ് ഹെഡ്സ് ഓഫ് ഇൻകം തരും. രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. What it is? It is called income from house property. You may know what's income, mainly income from house property. ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊടുത്താൽ മതി, റെന്റൽ ഇൻകം എന്ന് കൊടുത്താൽ മതി. പക്ഷെ but when it is associated with the house property, there may be various kinds of sources. Just not like it won't be just rent. There will be areas of rent, other incomes, various types of incomes. So let us take a look at this chapter. Before the starting, just introduce about this chapter in a brief context. Mainly, this chapter was introduced under the income tax due to എന്തുകൊണ്ടാണ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു റെന്റൽ പ്രോപ്പർട്ടി ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് റെന്റിന് പ്രോപ്പർട്ടി കൊടുക്കുമ്പോൾ നമ്മൾ അയാൾക്ക് ഇൻകം മാത്രമല്ല ജനറേറ്റ് ചെയ്യുന്നത്, ബട്ട് വി ആർ പ്രൊവൈഡിങ് എ സർവീസ് ടു ദം, മെയിൻലി പ്രൊവൈഡിങ് എ ഷെൽട്ടർ ടു ദം. വി ആർ പ്രൊവൈഡിങ് ജസ്റ്റ് എ ഷെൽട്ടർ ടു ദം. ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ ബേസിക് നീഡ്സ് ഓഫ് എ ഹ്യൂമൻ. ഒരു ഹ്യൂമന്റെ ബേസിക് നീഡ്സ് ആണ് ഷെൽട്ടർ, ഫുഡ് എന്നുള്ളത്. അപ്പൊ ആ ഷെൽട്ടർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിന് കുറച്ച് കൺസിഡറേഷൻ എന്തുന്നുണ്ട്, ഗവൺമെന്റ് തരുന്നുണ്ട്. The government is promoting the rental properties, so they are announcing various deductions and exemptions from the rental incomes. Rental income നിന്ന് കിട്ടുന്ന ഏതൊരു സോഴ്സിനും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഡിഡക്ഷൻസും എക്സംഷൻസും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ തന്നെ കാരണം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന സെക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ തന്നെ കാരണം അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാകും. ജസ്റ്റ് ഒരു സാലറിയിലോ അല്ലെങ്കിൽ PGBP ഇൻകത്തിലോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഇൻകത്തിലോ അതിനെ ട്രീറ്റ് ചെയ്യാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ടാകും. So let us begin the chapter. ചാപ്റ്ററിന്റെ ഫസ്റ്റ് തന്നെ പറയുന്നത് കണ്ടീഷൻ ഫോർ ചാർജബിലിറ്റി. ഈ ഒരു കണ്ടീഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ പാലിക്കേണ്ട ചില കണ്ടീഷൻസ് അല്ലെങ്കിൽ അവർ പാലിക്കേണ്ട കണ്ടീഷൻസും അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട കണ്ടീഷൻസ് എല്ലാം ഉണ്ട്. ആ കണ്ടീഷൻസ് ആണ് ഫസ്റ്റ് വ്യക്തമാക്കുന്നത്. ഫസ്റ്റ്, ദ പ്രോപ്പർട്ടി ഷുഡ് കൺസിസ്റ്റ് ഓഫ് എ ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പാർട്ട്മെന്റ് thereto. അതായത് ഒരു പ്രോപ്പർട്ടി, ഇപ്പം ഒരു ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് മാത്രമല്ല, അത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് മാത്രമല്ല, ഫാക്ടറി ബിൽഡിങ്സ്, ഓഫീസസ്, ഷോപ്സ്, ഗോഡൌൺസ് എല്ലാം വരുന്ന ഒരു പ്രോപ്പർ നൗൺ ആണ് ബിൽഡിങ്സ്. ആ ബിൽഡിങ്ങിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് മാത്രമേ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന സെക്ഷൻ കറക്റ്റ് ആപ്റ്റ് ആവുകയുള്ളൂ. ലാൻഡ് അപ്പാർട്ട്മെന്റ് മീൻസ് ലാൻഡ് കണക്റ്റഡ് വിത്ത് ബിൽഡിങ്സ് ലൈക്ക് ഗാർഡൻസ്, ഗ്യാരേജ് എക്സെട്ര. ലാൻഡ് അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഗ്യാരേജസ്, ഗാർഡൻസ് എന്നിവ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ കണക്കാക്കണമെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഈ ഒരു ബിൽഡിംഗ്, അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ റെന്റൽ ഇൻകം ചാർജ് ചെയ്യണമെങ്കിൽ ആ ബിൽഡിംഗ് എന്തായിരിക്കണം, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയിരിക്കണം. ഫാക്ടറി ബിൽഡിംഗ് ആയതുകൊണ്ടോ
ഗോഡൌൺസ് ആയതുകൊണ്ടോ ഈ കാറ്റഗറിയിൽ വരില്ല. രണ്ടാമത്തെ കണ്ടീഷൻ, അസസി മസ്റ്റ് ബി ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടീനെ ആ ഒരു നമ്മൾ എന്തിനാണോ പ്രോപ്പർട്ടി ചാർജ് ചെയ്യുന്നത്, ഇറ്റ് മസ്റ്റ് ബി ഓൺഡ് ബൈ അസസി. അസസി മസ്റ്റ് ബി ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. അയാൾ ജസ്റ്റ് റെന്റിന് കൊടുത്തതായിരിക്കണം, വേറൊരാളായിരിക്കരുത് എൻ്റെ യഥാർത്ഥ ഓണർ. ദ അസസി മസ്റ്റ് ബി ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. ഓണർ ഇസ് എ പേഴ്സൺ ഹു ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ഇൻകം ഫ്രം ദ പ്രോപ്പർട്ടി ഇൻ ഹിസ് ഓൺ റൈറ്റ്. റെന്റൽ ഇൻകം മേടിക്കുന്നത് ആരാണോ അയാളാണ് അസസി, അല്ലെങ്കിൽ അയാളാണ് ഓണർ എന്ന് പറയുന്നത്. ഓണർ ആയിരിക്കണം അസസി. ദ റിക്വയർമെന്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ദ സെയിൽ ഡീഡ് ഈസ് നോട്ട് വാറന്റഡ്. രജിസ്ട്രേഷൻ, റെന്റൽ രജിസ്ട്രേഷൻ ഒന്നും ആവശ്യമില്ല. ഇറ്റ് ഈസ് നോട്ട് നെസസറി. ഓണർഷിപ്പ് ഇൻക്ലൂഡ്സ് ബോത്ത് ഫ്രീ ഹോൾഡ് ആൻഡ് ലീസ് ഹോൾഡ് റൈറ്റ്സ്. ഓണർഷിപ്പ് എന്താവാം, ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസിന്റെ റൈറ്റ് ആവാം, അല്ലെങ്കിൽ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടിന്റെ റൈറ്റ് ആവാം. ഓണർഷിപ്പ് ഇൻക്ലൂഡ്സ് ഡീംഡ് ഓണർഷിപ്പ്. ഡീംഡ് ഓണർഷിപ്പ് ആയിട്ടും കണക്കാക്കാൻ പറ്റും. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ദ പേഴ്സൺ ഹു ഓൺസ് എ ബിൽഡിംഗ് need not also be owner of the land upon which it stands. That means the person who owns the building, the person in whose name is the building, must not be the owner of the land which it stands. ഒരു ലാൻഡിലാണല്ലോ ബിൽഡിംഗ് നിർമ്മിക്കുന്നത്. അപ്പൊ ആ ലാൻഡിന്റെ ഓണറും ബിൽഡിങ്ങിന്റെ ഓണറും സെയിം ആവണം എന്ന് ഏടും പറയുന്നില്ല. ഏത് സെക്ഷനിലും അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഏടി പറയുന്നില്ല. Thus, the must be the owner of the house property during the previous year. പ്രീവിയസ് ഇയറിലെങ്കിലും, കറണ്ട് ഇയറിലായിരിക്കരുത്, പ്രീവിയസ് ഇയറിലായിരിക്കണം ഉണ്ടാകുന്നത് അയാൾ ഓണറായിട്ട് ഉണ്ടാവണം. കാരണം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിലെ ഇൻകം ആണ് കറണ്ട് ഇയറിൽ അസസ് ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ അയാൾ പ്രോപ്പർട്ടിയിൽ ഓൺ ചെയ്തെങ്കിൽ മാത്രമേ അയാൾക്ക് കറണ്ട് ഇയറിൽ അല്ലെങ്കിൽ അസസ്മെന്റ് ഇയറിൽ അസസ് ചെയ്യാൻ പറ്റൂ. സോ ഹി മസ്റ്റ് ബി ദ ഓണർ ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. If the title of the ownership of the property is under dispute in the court of law, the decision as to who will the owner chargeable to income tax under section 22 will be of the income tax department till the court gives its decision to suit filed in respect of such property. അതായത് ഒരു പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പിൽ സ്വത്തവകാശ തർക്കം അല്ലെങ്കിൽ അവകാശ തർക്കങ്ങൾ നടക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നടക്കുന്ന ഒരു സിറ്റുവേഷനിൽ, അങ്ങനെ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, കോർട്ടിന്റെ ഫയലിംഗ് വരെ, കോർട്ടിന്റെ അന്തിമ വിധി പുറപ്പെടുന്നത് വരെ, അതായത് കോർട്ടിന്റെ ഫയലിംഗ് കംപ്ലീറ്റ് ആവുന്നത് വരെ, സ്യൂട്ട് ഫയൽ ചെയ്ത് കംപ്ലീറ്റ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഡെസിഷൻ കൂടി എടുക്കും. ആ ഡെസിഷൻ ആയിരിക്കും പിന്നീട് അങ്ങോട്ട് ഓണർഷിപ്പ് പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിന്റെ ഓണർഷിപ്പിൽ തീരുമാനിക്കുക. അതാണ് പറയുന്നത്. പിന്നെ യൂസ് ഓഫ് പ്രോപ്പർട്ടി. The property may be used for any purposes, but it should not be used by the owner for the purpose of any business or profession carried on by him, the profit of which is chargeable to tax. അതായത് ആ പ്രോപ്പർട്ടി, ഇപ്പൊ നമ്മൾ കൊടുത്ത റെന്റൽ പ്രോപ്പർട്ടി അയാൾ ഉപയോഗിക്കുന്നത് ബിസിനസിനോ പ്രൊഫഷനോ വേണ്ടി ആയിരിക്കുന്നത്. അതായത് അതിന്റെ ഓണർ ഇതിന് ബിസിനസിനോ പ്രൊഫഷനോ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബിൽഡിംഗ് ആയിരിക്കരുത് എന്നർത്ഥം. നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെ, ഫാക്ടറി ബിൽഡിങ്ങിന്റെ കാര്യം തന്നെ, it should not be the residential property, or the property should not be used for any purpose of business or profession carried on by him, the profit of which is chargeable to tax. കാരണം അത് നേരെ ടാക്സ് ചെയ്യേണ്ടത് PGBP-ലാണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലല്ല. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി മാത്രമേ ഏത് കാറ്റഗറിയിലിട്ടുള്ളൂ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന കാറ്റഗറിയിൽ വരുന്നു. നെക്സ്റ്റ്, പ്രോപ്പർട്ടി ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. ചില ബിൽഡിങ്സ്, മെയിൻലി അസറ്റ് ഹോംസിന്റെയും കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ എല്ലാം റെസിഡൻഷ്യൽ ബിൽഡിങ്സ് പറഞ്ഞാൽ കംപ്ലീറ്റ് ആവുന്ന കുറെ ടൈം എടുക്കും. അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ വർക്ക് കംപ്ലീറ്റ് ആവാനോ അല്ലെങ്കിൽ അത് റെന്റൽ പ്രോപ്പർട്ടി ആയി മാറാനോ കുറച്ച് കാലതാമസം ഉണ്ടാവും. മെയിൻലി ഫ്ലാറ്റ്സ്, ബിൽഡിങ്സ്, അപ്പാർട്ട്മെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോ ആ ഒരു കണ്ടീഷൻ അവർ ഇതുവരെ റെന്റൽ പ്രോപ്പർട്ടി ആയി മാറാത്തതിന് പോലും ചിലപ്പോൾ നമ്മൾ ടാക്സ് ചെയ്യേണ്ടി വരും. കാരണം അതൊരു റെന്റൽ പ്രോപ്പർട്ടി ആയിട്ടൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. മെയിൻലി എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അസറ്റ് ഹോംസിൽ ഒരു അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് അവർ മെയിൻലി പർപ്പസ് എന്താ, റെന്റിന് കൊടുക്കാന്നുള്ളതാണ്. അല്ലാണ്ട് അവർക്ക് താമസിക്കാനോ അല്ലെങ്കിൽ വേറൊരാൾക്ക് താമസിക്കാനോ അല്ല. അവർ റെന്റൽ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവരെ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ കൺസേൺഡ് അതോറിറ്റീസിലോ രജിസ്റ്റർ ചെയ്യുന്നത് തന്നെ റെന്റൽ പ്രോപ്പർട്ടി ആയിട്ട് ഉപയോഗിക്കാനുള്ള പെർമിഷനും കൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിൽ ഫസ്റ്റ് തന്നെ അത് റെന്റൽ പ്രോപ്പർട്ടി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യാം. റെന്റൽ പ്രോപ്പർട്ടി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യണം, ടാക്സ് അടക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ടാക്സ് അടക്കേണ്ടി വരുന്നുണ്ട് എന്തില്ല, ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ്സോ അല്ലെങ്കിൽ അസറ്റ് ഹോംസോ കൂടുതൽ ബിൽഡിംഗ് ഉണ്ടാക്കാൻ തയ്യാറാവുകയില്ല. മെയിൻലി ബിക്കോസ് ഓഫ് ദിസ് ടാക്സേഷൻ റൂൾസ് ആൻഡ് അതർ ഫോർമാലിറ്റീസ്.
So they may ask the government for some reliefs. അങ്ങനെ കൊടുത്ത റിലീഫാണ് ഇത്. അതായത് ദ ആനുവൽ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി, ആനുവൽ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ടാക്സേഷൻ കാണുന്നത്. അത് പിന്നീട് വരും, നെക്സ്റ്റ് സെഷനിൽ നമ്മൾ പഠിക്കും. ആനുവൽ വാല്യൂവിന്റെ ബേസിസിലാണ് ഒരു ടാക്സേഷൻ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ടാക്സേഷൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ ആനുവൽ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി 2 വർഷത്തേക്ക് നില്ലായിട്ട് കണക്കാക്കും, അതായത് 0 ആയിട്ട് കണക്കാക്കുന്നത്. എന്ത് ഉദ്ദേശം മനസ്സിലായോ? 0 ആയിട്ടായിരിക്കും അതിന്റെ ആനുവൽ വാല്യൂ കണക്കാക്കാം. അപ്പൊ കംപ്ലീഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ദ പ്രോപ്പർട്ടി, സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ, കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ള കോമ്പറ്റന്റ് അതോറിറ്റി കൊടുത്ത ഇത് കംപ്ലീറ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ആ സർട്ടിഫിക്കറ്റിൽ സ്പെസിഫിക് ആയി ഡേറ്റ് മറക്കണമെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടി 2 വർഷം വരെ ആനുവൽ വാല്യൂ എന്തായിരിക്കും? നില്ലായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് കോമ്പോസിറ്റ് റെന്റ്. കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ the owner of the property may sometimes receive in respect of building as well as other asset like sales, furniture, plant and machinery. ഒരു അപ്പാർട്ട്മെന്റ് റെന്റിന് കൊടുക്കുമ്പോൾ ചില ആൾക്കാർ അല്ലെങ്കിൽ ചില നെക്സ്റ്റ് എടുക്കാനുള്ള ടോപ്പിക്കാണ് കോമ്പോസിറ്റ് റെന്റ്. കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ the owner of the property may sometimes receive rent in respect of building as well as other asset like furniture, plant and machinery. ഒരു പ്രോപ്പർട്ടി ലെറ്റ് ഔട്ടിന് കൊടുക്കുമ്പോൾ ചില സമയത്ത് അവർ റെന്റ് കളക്ട് ചെയ്യുന്നത് ആ പ്രോപ്പർട്ടിക്ക് മാത്രമായിരിക്കില്ല. അതിലുള്ള ഫേർണിച്ചേഴ്സ്, ലിഫ്റ്റ് യൂസ് ചെയ്യുന്നതിന്റെ റെന്റ്, അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിക്കുള്ള റെന്റ്, അല്ലെങ്കിൽ പവർ ബാക്കപ്പ് ജനറേറ്റേഴ്സിന് ഉപയോഗിക്കുന്ന റെന്റ്, ഇതെല്ലാം കൂടി ചാർജ് ചെയ്തിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ റെന്റ് ചോദിച്ചു മേടിക്കുക. അതായത് റെന്റ് they buy rent from the customers by considering various features associated with such property which has been rented. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ എങ്ങനെ ടാക്സ് കണക്കാക്കാം, എങ്ങനെ ആനുവൽ പ്രോപ്പർട്ടി വാല്യൂ ചെയ്യാം എന്നാണ് പറയുന്നത്. ഇതാണ് കോമ്പോസിറ്റ് റെന്റ് എന്ന് പറയുന്നത്. ഫോർ ഡിഫറെന്റ് സർവീസസിനും ആ റെന്റൽ പ്രോപ്പർട്ടിക്കും ഒപ്പരം ക്ലബ് ചെയ്തിട്ട് ഒരു ഇൻകം മേടിക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രോപ്പർ റെന്റ് മേടിക്കുന്നുണ്ടെങ്കിൽ ആ റെന്റാണ് കോമ്പോസിറ്റ് റെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ടാക്സ് ട്രീറ്റ്മെന്റ് നോക്കാം. ടാക്സ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എ പോയിന്റ് നോക്കിയാൽ മതി. the sum attributable to the use of property to be assessed under the section income from house property. അതായത് ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നതിന് നമ്മൾ കൊടുക്കുന്ന റെന്റ്, ആ റെന്റ് ഞാനായിപ്പോ മേടിക്കുന്നുണ്ടെങ്കിൽ ആ റെന്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി സെക്ഷൻ 22 പ്രകാരമുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ കണക്കാക്കും. ഇനി നേരെ മറിച്ച് ആ സർവീസ്, അതിന്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള സർവീസസ്, ആ സർവീസസിന് ഞാൻ വാങ്ങുന്ന റെന്റ് അല്ലെങ്കിൽ ഞാൻ അവർക്ക് കസ്റ്റമറിൽ നിന്ന് ഈടാക്കുന്ന റെന്റ് എന്ത് ചെയ്യും? പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ PGBP എന്ത് ചെയ്യും? ടാക്സ് ചെയ്യും. അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സ്. രണ്ടാണല്ലോ ഫൈനൽ ഓപ്ഷൻ. കാരണം എന്താണ്? സർവീസ് കൊടുക്കുന്നതാണ് ഒരു ബിസിനസ് ഓപ്ഷനാണ്. അപ്പൊ ആ ബിസിനസ് എന്തിനായി ട്രീറ്റ് ചെയ്യണം? PGBP എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. അല്ലെങ്കിൽ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആസ് ദ കേസ് മേ ബി. കേസിനനുസരിച്ചിട്ടാണ്. ഏത് കേസാണോ സ്യൂട്ടബിൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ടാക്സ് ചെയ്യും. പക്ഷെ ചില സമയത്ത് ഇത് സ്പ്ലിറ്റ് അപ്പ് ചെയ്യാൻ പറ്റില്ല. ഏതാണ് സർവീസസ് അല്ലെങ്കിൽ ഏതാ റെന്റൽ പ്രോപ്പർട്ടി എന്നുള്ളത് കണക്കാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ. കാരണം ഫർണിച്ചേഴ്സ്, കാരണം ഒരു പ്രോപ്പർട്ടി കൊടുക്കുമ്പോൾ അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൾറെഡി എന്ത് ചെയ്യും? ഫ്ലാറ്റും ഫർണിച്ചറും അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സെറ്റപ്സും അതിന്റെ ഇന്റീരിയർ ഡിസൈൻസ് എല്ലാം അതിൽ കടന്നു വരും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. സർവീസിന് ഇത്ര അല്ലെങ്കിൽ ഇതിന് ഇത്ര എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്താ ചെയ്യാതെ നമ്മളോട് ചോദിക്കുന്നത്. where composite rent is received from lending out of land, building and other asset like furniture, and the two lettings are not separable, i.e. the other party does not accept letting out of this building without their asset, then the rent is taxable either as a business income or income from other sources. The case may be. This is applicable even if some receivable for the two letting is fixed separately. നമുക്ക് ആ കാര്യം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ചില സിറ്റുവേഷൻസിൽ ഫർണിച്ചർ ഇല്ലാണ്ട് റെന്റ് കൊടുക്കാൻ കഴിയില്ല. ഒരു പ്രോപ്പർട്ടി ഫർണിച്ചർ ഇല്ലാണ്ട് നേരില്ല റെന്റ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ രണ്ട് സെപ്പറേബിൾ അല്ല. അങ്ങനെ സെപ്പറബിൾ അല്ലാതെ വരുന്ന സിറ്റുവേഷൻസിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടോട്ടൽ ഇൻകം കിട്ടുന്ന റെന്റൽ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ ഇൻകം എന്തായിട്ട് കണക്കാക്കും? ഇൻകം ഫ്രം അതർ സോഴ്സസോ അല്ലെങ്കിൽ PGBP ഇൻകമായിട്ട് എന്ത് കണക്കാക്കും.
ബിസിനസ് ഇൻകം ആയിട്ടോ അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സസ് ആയിട്ടോ കണക്കാക്കും. ഇനി അസറ്റ് സെപ്പറബിൾ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലെറ്റ് ഔട്ട് ബിൽഡിങ്ങിന് കിട്ടുന്ന ഇൻകം എന്ത് ചെയ്യും? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ടും, ഇനി സർവീസസ് എന്നോ അല്ലെങ്കിൽ അതർ അസറ്റോ ലെറ്റ് ഔട്ട് ചെയ്തിട്ട് കിട്ടുന്നതാണെങ്കിൽ നേരെ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഓർ ഇൻകം ഫ്രം അതർ സോഴ്സസ് ആയിട്ടും കൂടി കണക്കാക്കും. മനസ്സിലായോ? ജസ്റ്റ് എത്രയേ ഉള്ളൂ. സെപ്പറബിൾ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന അസോസിയേറ്റഡ് സർവീസും ലെറ്റിംഗ് ഔട്ട് ഓഫ് ബിൽഡിങ്ങും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഫുൾ PGBP ഇൻകമോ അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സസോ ആയിട്ട് കണക്കാക്കും. ഇനി ലെറ്റ് ഔട്ട് സെപ്പറബിൾ ആണെങ്കിൽ ബിൽഡിംഗിൽ നിന്ന് കിട്ടുന്ന റെന്റ് എന്ത് ചെയ്യും? ലെറ്റ് ഔട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് കാണിക്കും. ബാക്കി സർവീസിൽ നിന്നോ അല്ലെങ്കിൽ അതർ അസറ്റിൽ നിന്നോ കിട്ടുന്നത് എന്ത് ചെയ്യും? PGBP ഇൻകമോ അതർ ഇൻകം ഫ്രം അതർ സോഴ്സസ് ആയിട്ട് കണക്കാക്കും. ആസ് എ കേസ് മേ ബി. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി സിറ്റുവേറ്റഡ് ഇൻ ഔട്ട്സൈഡ് ഇന്ത്യ. എനിക്കിപ്പോ 2-3 ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റ് എന്തുകൊണ്ട് ദുബായിലായിക്കൂടാ? ആ ഫ്ലാറ്റ് എന്തുകൊണ്ട് ഓസ്ട്രേലിയയിലായിക്കൂടാ? ആ ഫ്ലാറ്റ് എന്തുകൊണ്ട് ന്യൂയോർക്കിലായിക്കൂടാ? ആവാലോ. പക്ഷെ അത് എങ്ങനെ ടാക്സ് ചെയ്യുന്നതെന്ന് നമ്മുടെ ചോദ്യം ചോദിക്കുന്നു. ഇൻ കേസ് ഓഫ് എ റെസിഡന്റ് ഇന്ത്യ, റെസിഡന്റ് ഇന്ത്യ ROR, resident and ordinary resident in the case of an individual entity of income from house property situated outside India is taxable whether such income is brought into India or not. അതായത് ROR കേസസിലാണെങ്കിൽ ആടുന്ന് കിട്ടുന്ന ഇൻകം ഇങ്ങോട്ട് കൊണ്ടുവന്നോ ഇല്ലയോ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. ആ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. And in case of a non-resident or resident but ordinarily residents in India, but not ordinarily residents, not ordinary but not ordinarily, income from it is taxable only if it is resident in India. അതായത് RNOR കേസസിലും NR അതായത് നോൺ റെസിഡന്റ് കേസസിലും റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ് കേസസിലും എപ്പോഴേ ടാക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? അത് ഇന്ത്യയിലേക്ക് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നു? ടാക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി സിറ്റുവേറ്റഡ് ഇൻ ഔട്ട്സൈഡ് ഇന്ത്യ. ജസ്റ്റ് വായിച്ചു വെക്കാൻ മനസ്സിലാവും. ഇനി ഈ ആനുവൽ വാല്യൂ നേരത്തെ പറഞ്ഞു. ഹൗ ടു ഡിറ്റർമൈൻ സച്ച് ആനുവൽ വാല്യൂ? ഇറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ ബീങ് ആസ്ക്ഡ് ഹിയർ. So the tax department or the CBDT has framed a separate section for the determination of annual value. Annual value കണക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സെക്ഷൻ തന്നെ അവർ എന്ത് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ കണക്കാക്കാന്നാണ് ചോദ്യം. NAV നെറ്റ് ആനുവൽ വാല്യൂവിന്റെ ബേസിസിലാണ് നമ്മൾ ടാക്സ് ചെയ്യുക. അപ്പൊ അത് ടാക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിറ്റർമിനേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ, GVA കണ്ടുപിടിച്ച് ഗ്രോസ് ആനുവൽ വാല്യൂ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഗ്രോസ് ആനുവൽ വാല്യൂ 10 minus municipal tax paid by the owner during previous year. Stress the word owner. Stress the word owner. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഓണർ അടിച്ചാൽ മാത്രമേ ഈ ഡിഡക്ഷൻ കിട്ടുള്ളൂ. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ഓണർ ഡ്യൂറിംഗ് പ്രീവിയസ് ഇയർ എന്ന ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ ആര് പേയ്മെന്റ് നടത്തണം? ഓണർ തന്നെ പേയ്മെന്റ് നടത്തണം. ടെനന്റ് അവിടെ താമസിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ ടെനന്റ് ആണ് ജനറലി താമസിക്കുന്ന ആൾക്ക് പറയാം. അവരാണ് അടക്കുന്നുണ്ടെങ്കിൽ എന്തില്ല ഈ ഡിഡക്ഷൻ കിട്ടിയില്ല. അതായത് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ഓണർ ആരായിരിക്കണം? ഓണർ തന്നെ ആയിരിക്കണം. മുനിസിപ്പൽ ടാക്സ് പേ ചെയ്യുന്നതായിരിക്കണം. ഓണർ ആണെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഈ ഡിഡക്ഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ GVA എന്താവും? നെറ്റ് ആനുവൽ വാല്യൂ എന്നായിട്ട് മാറും. എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ GVA കണ്ടുപിടിക്കാൻ ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ GVA എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ആദ്യം ഫസ്റ്റ് യു ഹാവ് ടു ചെക്ക് മുനിസിപ്പൽ വാല്യൂ. അതൊരു ഇല്ലസ്ട്രേഷൻ വഴി തന്നെ പറഞ്ഞുതരാം. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ക്ലാരിഫിക്കേഷൻ കിട്ടും. ഇല്ലസ്ട്രേഷൻ 1 ജസ്റ്റ് ഇല്ലസ്ട്രേഷൻ 1 നോക്കാം. ഇതിൽ ഹൗസ് 1ന്റെ കേസ് മാത്രം നമുക്ക് നോക്കാം. അല്ലെങ്കിൽ വേണ്ട ഹൗസ് 2, കാരണം സ്റ്റാൻഡേർഡ് റെന്റ് NA ആയിട്ട് കണക്കാക്കിയത്. അപ്പോൾ അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഹൗസ് 2 നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ആ ഒരു GVA എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കണം. ഹൗ ടു ഫൈൻഡ് ഔട്ട് GVA? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ബീങ് ആസ്ക്ഡ് ഹിയർ. So the answer is just let us solve such a question through an illustration. Illustration 1 എടുക്കുക. Illustration 1 ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്തു. ഹൗസ് 2ന്റെ എന്ത് ചെയ്യുക പറഞ്ഞതാ. അപ്പൊ അതാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ആവും. You may be comfortable when I doing illustrations with examples. So let us first look at it. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 5 ഹൗസ് ഉണ്ട്. അപ്പൊ ഹൗസ് 2ന്റെ കാര്യം പറയുന്നത് മുനിസിപ്പൽ വാല്യൂ എന്താണ്? ടേംസ് നമുക്ക് ആദ്യം പിടിക്കാം. മുനിസിപ്പൽ വാല്യൂ ഏതൊരു പ്രോപ്പർട്ടിക്കും മുനിസിപ്പൽ എന്ത് ചെയ്യും? മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കൺസേൺഡ് അതോറിറ്റി എന്ത് ചെയ്യും? ഒരു റെന്റ് ചാർജ് ചെയ്യും അല്ലെങ്കിൽ ഒരു വാല്യൂ കണക്കാക്കിയിട്ടുണ്ടാവും. അതാണ് മുനിസിപ്പൽ വാല്യൂ. ഫെയർ റെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു നാട്ടിലെ അല്ലെങ്കിൽ ഒരു നാട്ടിലെ ഒരു ഫെയർ റെന്റ് ഉണ്ടാവും. അവിടുത്തെ ഒരു കൾച്ചറൽ പരമായിട്ടുള്ള ഒരു റെന്റ്, അവിടെ ഇതുവരെ ആയിട്ട് കളക്ട് ചെയ്തിട്ടുള്ള റെന്റ്, അതാണ് ഫെയർ റെന്റ്.
സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ റേറ്റ് അതോറിറ്റിയും മറ്റ് അതോറിറ്റി അനുസരിച്ച് ഒരു സ്റ്റാൻഡേർഡ് റെന്റ് ഉണ്ട്. സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറഞ്ഞാൽ ആളുകൾ മേടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് റെന്റ്. പിന്നെ ആക്ച്വൽ റെന്റ് റിസീവ്ഡ്, എത്രയാണ് റെന്റ് റിസീവ്ഡ്, ഇതാണ് ഇവിടെ വരുന്ന ക്രൈറ്റീരിയ. അപ്പൊ അത് എങ്ങനെ ചെയ്യണം നമുക്ക് ആദ്യം നോക്കാം. ആദ്യം എന്ത് ചെയ്യാം, മുനിസിപ്പൽ വാല്യൂ എടുക്കാം. മുനിസിപ്പൽ വാല്യൂ എന്ത് ചെയ്യാം, ആദ്യം കൺസിഡർ ചെയ്യാം. അപ്പൊ ഹൗസ് കേസസിലാണ് 55,000 ആണ് അല്ലെ, 55,000. അപ്പൊ 55,000 ഫസ്റ്റ് എടുക്കാം. പിന്നെ ഫെയർ റെന്റ് എടുക്കാം. ഫെയർ റെന്റ് ഇവിടെ 60,000 ആണ്. മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റ് കമ്പയർ ചെയ്തിട്ട് അതിന്റെ ഹയർ എടുക്കാം. ആ ഹയർ ആയിരിക്കും സ്റ്റാൻഡേർഡ് റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ഹയർ എടുക്കുക. ഏതാ ഹയർ, 55,000 ഓർ 60,000? 60,000, ജനറലി 60,000. അപ്പൊ 60,000 സ്റ്റാൻഡേർഡ് റെന്റ് കൺസിഡർ ചെയ്യാം. 60,000 സ്റ്റാൻഡേർഡ് റെന്റ് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. അപ്പൊ അതിൽ എന്ത് ചെയ്യാം, ലോവർ ആയിട്ടുള്ളത് എടുക്കാം. നേരത്തെ ഹയർ ആയിരുന്നു, ആ ഹയറിൽ നിന്ന് സ്റ്റാൻഡേർഡ് റെന്റും ആ ഹയർ എമൗണ്ടും കമ്പയർ ചെയ്തിട്ട് അതിന് ലോവർ എടുക്കാം. അതായിരിക്കും ആ എക്സ്പെക്ടേഷൻ. കാരണം നമുക്ക് തന്നെ അറിയാം, ഒരിക്കലും ഒരാളെടുക്കുന്ന കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ ഒരു മോറൽ ലെസൺ ആണ്. ആ മോറൽ ലെസണിന്റെ ഭാഗമായിട്ടാണ് എക്സ്പെക്ടഡ് റെന്റ് ലോവർ. അങ്ങനെ ഓർമ്മിച്ചാൽ മതി. എക്സ്പെക്ടഡ് റെന്റ് എന്ത് ചെയ്യുക, ലോവർ എടുക്കാം. 60,000 ഇനി 75,000 ലോവർ. ഏതാ ലോവർ? 60,000. 60,000 പിന്നെ കിട്ടിയ ആക്ച്വൽ റെന്റ് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. ആക്ച്വൽ റെന്റ് എത്ര? 72,000. 72,000 കമ്പയർ ചെയ്യാം. അതിൽ നിന്ന് ഹയർ എടുക്കാം. ആ ഹയർ ആണ് GAV. ചുരുക്കി പറഞ്ഞാല് മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റ് കമ്പയർ ചെയ്യാം. അതിൽ നിന്ന് ഹയർ എടുക്കാം. ഹയർ എടുത്തിട്ടാകുമ്പോൾ അതും സ്റ്റാൻഡേർഡ് റെന്റും കമ്പയർ ചെയ്യാം. അതിൽ നിന്ന് ലോവർ എടുക്കാം. അതാണ് എക്സ്പെക്ടഡ് റെന്റ്. ഇനി എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റും കമ്പയർ ചെയ്യാം. അതിൽ നിന്ന് ഏറ്റവും വലുതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ, GAV. GVAയിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ഓണർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ. അതാണ് ഇവിടെ NAV കാണാനുള്ള ജസ്റ്റ് ഒരു ഫോർമുല ഇതാണ്. ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്തോ. കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. MV or FR, whichever is higher and such higher to be considered or compared against SR, standard rent. Such standard rent. അപ്പൊ നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടും. അതാണ് എക്സ്പെക്ടഡ് റെന്റ്. ആ എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റിനെ കമ്പയർ ചെയ്യാം. ആ കമ്പയർ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ് GAV. GAVയും മൈനസ് MT മുനിസിപ്പൽ ടാക്സ് ഇതെന്ത് കിട്ടും? NAV കിട്ടും. ഇനിയാണ് ഇതിന്റെ കുറെ കണ്ടീഷൻസ് അല്ലെങ്കിൽ കുറെ സിറ്റുവേഷൻസ്. ഇതിപ്പം NAV നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി കുറെ സിറ്റുവേഷൻസ് വരാനുണ്ട്. വേർ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടീസ് വാക്കന്റ് ഫോർ ദ പാർട്ട് ഓഫ് ദി ഇയർ. നമ്മൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി, ഒരു ലാൻഡ് വെക്കേറ്റ് ചെയ്ത ഒരു ലാൻഡ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ they may stay for a part of the year or for some times and they may vacate it. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഇപ്പം നമ്മൾ റെന്റ് പ്രോപ്പർട്ടി എടുക്കുന്നത് ചിലപ്പോൾ ട്രാൻസ്ഫർ ആയിട്ട് ഒരാൾ വരുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുകൊണ്ടാണ്. അവർക്ക് കംഫർട്ട് ഉള്ളത് കൊണ്ടാണ് അവർ പുതിയൊരു ഹൗസിന് നോക്കാണ്ട് ജസ്റ്റ് റെന്റിന് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവരെന്ത് ചെയ്യാം, ചിലപ്പോൾ പകുതിക്ക് വെച്ചിട്ട് വെക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യാം, വേറെ പ്രോപ്പർട്ടീസ് നോക്കാം. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടീസ് വാക്കന്റ് ഫോർ പാർട്ട് ഓഫ് ദി ഇയർ. എന്ത് ചെയ്യാം, വാക്കന്റ് എന്ത് ചെയ്യാം, പാർട്ട് ഓഫ് ദി ഇയർ വെച്ച് വാക്കന്റ് ആവാം. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടീസ് വാക്കന്റ് ഫോർ പാർട്ട് ഓഫ് ദി ഇയർ and owing to vacancy the actual rent is lower than year and actual rent received or receivable with the GV of the property. അങ്ങനെ വെക്കേറ്റ് ആയിട്ടുണ്ടെങ്കിലും ആക്ച്വൽ റെന്റ് ഈസ് ലോവർ ദാൻ ഇയർ. ആക്ച്വൽ റെന്റ് എന്താവണം, ഇയറിനെക്കാട്ടി ലോവർ ആവണം. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നത് കിട്ടിയ റെന്റ് എക്സ്പെക്ടഡ് റെന്റിനെക്കാട്ടി ലോവർ ആണെങ്കിൽ എന്താ, ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ വിത്ത് GV ആയിട്ട് കണക്കാക്കും. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇയർ എക്സ്പെക്ടഡ് റെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് റെന്റും ഹയറും കമ്പയർ ചെയ്തിട്ട് നമ്മൾ എക്സ്പെക്ടഡ് റെന്റ് കണ്ടുപിടിച്ചിട്ട് എക്സ്പെക്ടഡ് റെന്റ് ആക്ച്വൽ ആയിട്ട് കിട്ടിയ റെന്റിനെ കാട്ടി കുറവാണെങ്കിൽ ആ കുറവ് കിട്ടിയ എമൗണ്ട് ആക്ച്വൽ റെന്റ് എന്നാണ് GV ആയിട്ട് കണക്കാക്കും. അതാണ് ഫസ്റ്റ് കേസ്. 23 സെക്ഷനിൽ 1C പറയുന്ന കേസാണ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടീസ് വാക്കന്റ് ഫോർ പാർട്ട് ഓഫ് ദി ഇയർ. സ്ട്രെസ് ചെയ്തോ. ഇൻ കേസ് ഓഫ് സെൽഫ്, നെക്സ്റ്റ് പോയിന്റ് ആണ് ഇൻ കേസ് ഓഫ് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി, അൺഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി. ചില പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്യും, ഇടക്ക് വാടക കൊടുക്കും. നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ട് മാറ്റും. നമ്മൾ എന്ത് ചെയ്യും, മെയിൻ ആയിട്ട് ഉദ്ദേശം റെന്റിന് കൊടുക്കലാണ്. പക്ഷെ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ആവശ്യം വരും, നമുക്ക് യൂസ് ചെയ്യേണ്ട വരും, അല്ലെങ്കിൽ നമുക്ക് അത് ആ പ്രോപ്പർട്ടി ആവശ്യമായിട്ട് വരും. അതിന് ആവശ്യമായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ട് കണക്കാക്കും. അപ്പൊ ചോദ്യം എന്താണ്, ഹൗ ടു ടാക്സ് സച്ച് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി.
Whether property is self-occupied for own residence or unoccupied throughout the previous year, annual value will be nil, provided no other benefit derived by the owner from such property. ഒരു സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് റെന്റൽ വാല്യൂ ഉണ്ടാവോ? ഇല്ലല്ലോ. നോ, there is no chance, because ഒരു റെന്റൽ പ്രോപ്പർട്ടി നമ്മൾ സ്വയം ഒക്കുപ്പൈ ചെയ്യും, നമുക്കിടെ ബെനിഫിറ്റ്. ഇസ് ദർ എനി ബെനിഫിറ്റ്? നോ, വി ആർ ഒക്കുപ്പൈങ് ഫോർ അവർ ഓൺ പർപ്പസസ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ CBDT എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രെയിം ചെയ്തതാണ് NAV വിൽ ബി നിൽ, ആനുവൽ വാല്യൂ എന്തായിരിക്കും? നില്ലായിരിക്കും. അതായത് GVA നില്ലായിരിക്കും, NAV നില്ലായിരിക്കും എന്നർത്ഥം. The benefit of nil annual value is available only up to 2 self-occupied or unoccupied property. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെന്താ തട്ടിപ്പിന്റെ ബാക്കിലേക്ക് പോകുന്നവരാണ്, മലയാളികളായാലും ഇന്ത്യക്കാരായാലും. അങ്ങനെ നമ്മൾ ഒരു 2-3 പ്രോപ്പർട്ടി ഇടക്കിടക്ക് വാടക കൊടുക്കുക, ഇടക്കിടക്ക് നില്ലാക്കുക. പക്ഷെ അങ്ങനെ ഒന്നും CBDT പറയാതെ രണ്ട് വീട് ആരാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടി ആക്കാൻ പറ്റും. ബാക്കിയെല്ലാം എന്ത് ചെയ്യണം? ഒന്നിക്ക് റെന്റിന് കൊടുക്കണം, അല്ലെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെന്റ് അടച്ചിരിക്കണം. റെന്റിന്റെ ഇൻകം എന്ത് ചെയ്യണം? ഇൻകം ചാർജ് ചെയ്തിരിക്കണം. എന്താ പറയുന്നത്? അതായത് കാരണം ഓരോ വ്യക്തി എന്തായാലും 2-3 സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടി ആക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് 2 കാലം കുറിച്ചിട്ട് 2 വീട്ടിൽ വെക്കാൻ കഴിയില്ലല്ലോ, ഇല്ല. അപ്പൊ നമുക്ക് എന്തിനാണ് 2 വീട് എന്നൊരു ചോദ്യം അവിടെ വരുന്നത്. അപ്പോൾ നോർമലി എന്ത് ചെയ്യുന്നുണ്ട്? CBDT കുറച്ചും കൂടി ഒന്ന് വാസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഒരു 2 പ്രോപ്പർട്ടി എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. We can own 2 self-occupied or unoccupied property, either 1 house property or 2 house property. The benefit of nil annual value in respect of 2 self-occupied properties available to an individual chief. Individual or HCF മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഈ ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ. പിന്നെ no deduction for municipal tax is allowed. No deduction for municipal tax is allowed in respect of such property, as annual value means value determined after deduction of municipal tax. അതായത് പിന്നെ NAV നിന്ന് വീണ്ടും മുനിസിപ്പൽ ടാക്സ് പേ ചെയ്ത് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുമെന്ന് വെച്ചാൽ ഇല്ല. എന്തുകൊണ്ട്? ഈ ആനുവൽ വാല്യൂ കണക്കാക്കുന്നത് എല്ലാ ഡിഡക്ഷൻസും കൺസിഡർ ചെയ്തതിന് ശേഷമാണ്. അപ്പൊ വീണ്ടും എന്തിനാണ് ഒരു ഡിഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യം? ഇല്ലല്ലോ. സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടിന്റെ കണ്ടീഷൻ ഇൻസ്റ്റയിലും NAV എന്തായാലും ഇല്ലാവും. പിന്നെ ബാക്കി 30% ഡിഡക്ഷനിലും കിട്ടും. 30% ഡിഡക്ഷൻസ് ഒന്നും ഇല്ല, നെല്ലായിട്ട് കണക്കാക്കുക. അത് ഡിഡക്ഷൻസിന്റെ കാറ്റഗറി പിന്നെ പറഞ്ഞതാണ്. നെക്സ്റ്റ്, where a house property is let out for part of the year and self-occupied for part of the year. അതായത് ചില ലാൻഡ് അല്ലെങ്കിൽ ചില ബിൽഡിങ്സ് എന്ത് ചെയ്യും? ഒരു വർഷത്തിന്റെ കുറച്ച് കാലം, ഒരു 6 മാസം 7 മാസം എന്ത് ചെയ്യും? ലെറ്റ് ഔട്ട് കൊടുക്കും. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഒന്നും എന്ത് ചെയ്യും? അത് സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടി ആക്കി മാറ്റും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇഫ് എ സിംഗിൾ യൂണിറ്റ് ഓഫ് പ്രോപ്പർട്ടി ഈസ് സെൽഫ് ഓക്കുപ്പൈഡ് ഫോർ പാർട്ട് ഓഫ് ദി ഇയർ and let out for remaining part of the year, then ER for the whole year shall be taken into account for determining GVA. എന്താണെന്നൊരു സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, സെൽഫ് ഓക്കുപ്പൈഡ് ഒരു വർഷത്തിൽ കുറച്ച് കാലം സെൽഫ് ഓക്കുപ്പൈഡും കുറച്ച് കാലം ലെറ്റ് ഔട്ടും ആയിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ലെറ്റ് ഔട്ട് ആയതായിട്ട് കണക്കാക്കും. അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ എടുത്ത ഒരു പ്രോപ്പർട്ടി 7 മാസം ചെയ്തു ലെറ്റ് ഔട്ട് ചെയ്തു, റെന്റിന് കൊടുത്തു. 8ാം മാസം എനിക്ക് എന്തോ ഒരു അത്യാവശ്യം വന്നിട്ട് എനിക്ക് ആ വീട്ടിൽ താമസിക്കണം. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ത് ചെയ്യുക? ഫുള്ളായിട്ട് ലെറ്റ് ഔട്ട് ആയതായിട്ട് കണക്കാക്കും. അതായത് ER എന്ത് ചെയ്യും? ഫുൾ ഇയറിലേക്ക് എടുക്കും. ER ഹാഫ് ഇയറിലേക്കല്ല, ഫുൾ ഇയറിലേക്ക് കൊടുക്കും. അതാണ് ഇവിടെ പറയുന്നത്. സിംഗിൾ യൂണിറ്റ് ഓഫ് പ്രോപ്പർട്ടി ഈസ് self-occupied for part of the year and let out for the remaining part of the year, then ER for the whole year shall be taken into account of determining the GAV. The ER for the whole year shall be compared with the actual rent for the let out period. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുനിസിപ്പൽ ടാക്സ് ഡിഡക്ഷൻ കിട്ടും, ഹോൾ ഇയർ എല്ലാം ഡിഡക്ഷൻ കിട്ടും. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ എന്താണ് ഫുള്ളായിട്ട് ലെറ്റ് ഔട്ട് ആയിട്ട് കണക്കാക്കിയിട്ട് എന്ത് ചെയ്യും? ടാക്സേഷൻ ചെയ്യും. NAV അങ്ങനെ കണക്കാക്കും നിർത്തും. നെക്സ്റ്റ് പറയാനുള്ളത്, ഇൻ കേസ് ഓഫ് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി, അതായത് ഒരു പേഴ്സൺ 2-ൽ കൂടുതൽ അല്ലെങ്കിൽ 2-ൽ കൂടുതൽ സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടീസ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ രണ്ടാമത് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്യും? ലെറ്റ് ഔട്ട് ആയിട്ട് കണക്കാക്കും. അതായത് when the assessee owns more than 2 properties for self-occupied, then income from any 2 properties at the auction shall be computed under self-occupied. 2 എണ്ണം സെൽഫ് ഓക്കുപ്പൈഡ് ആക്കിയിട്ടും ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യും? ലെറ്റ് ഔട്ട് ആയിട്ട് തന്നെ കണക്കാക്കും. അതാണ് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട്. ലെറ്റ് ഔട്ട് ആയിരിക്കൂല, പക്ഷെ എന്ത് ചെയ്യും? ലെറ്റ് ഔട്ട് ആയിട്ട് കണക്കാക്കും. അതായത് 2 പ്രോപ്പർട്ടീസിന് മാത്രമേ സെൽഫ് ഓക്കുപ്പൈഡിന്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ എന്നർത്ഥം. അതിനാണ് പറയുന്നത് സെൽഫ് ഓക്കുപ്പൈഡ് ഷാൽ ബി ട്രീറ്റഡ് ആസ് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട്.
ലെറ്റ് ഔട്ട് ആയിട്ട് കണക്കാക്കും. ബാക്കിയുള്ള സെൽഫ് ഓക്കുപൈഡ് പ്രോപ്പർട്ടി എന്ത് ചെയ്യും? ലെറ്റ് ഔട്ട് ആക്കിയിട്ട് കണക്കാക്കും. ദിസ് ഓപ്ഷൻ ക്യാൻ ബി ചേഞ്ച് ഇയർ ആഫ്റ്റർ ഇയർ ഇൻ എ മാനർ ബെനിഫിഷ്യൽ ടു അസസി. അസസിക്ക് ബെനിഫിഷ്യൽ ആയ രീതിയിലാണ് ഇത് മാറ്റിയെടുക്കുക. കാരണം എന്താ പറഞ്ഞാൽ മൂന്ന് പ്രോപ്പർട്ടി ആയിരിക്കും. 2 പ്രോപ്പർട്ടി സെൽഫ് ഓക്കുപൈഡ് ആയാലായിരിക്കും ചിലപ്പോൾ അസസിക്ക് കൂടുതൽ ലാഭം അല്ലെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ആ 2 പ്രോപ്പർട്ടിയും ലെറ്റ് ഔട്ട് ആയിട്ട് സെൽഫ് ഓക്കുപൈഡ് ആയിട്ട് അടുത്തത് എന്ത് ചെയ്യും? ലെറ്റ് ഔട്ട് ആയിട്ട് കണക്കാക്കും. അത് അങ്ങനെ പറയുന്നത്. ഇൻ കേസ് ഓഫ് ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഷാൽ ബി ടേക്കൺ ആസ് GAV. അതായത് ലെറ്റ് ഔട്ട് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ ആടെ ശരിക്കും ലെറ്റ് ഔട്ട് ഒന്നുമില്ലല്ലോ, റെന്റൽ ഇൻകം ഒന്നുമില്ലല്ലോ, അപ്പൊ ആക്ച്വൽ റെന്റ് ഉണ്ടാവില്ല. ഇൻ കേസ് ഇഫ് ദ ആക്ച്വൽ റെന്റ് ഈസ് ആബ്സെന്റ്, ER shall be taken as GAV. Gross annual value will be considered as ER. Expected rent will be considered as GAV. The question of considering actual rent received does not arise. Actual rent illa. Municipal tax actually paid by the owner during previous year in respect of deemed can be claimed as deduction. അയാൾ മുനിസിപ്പൽ ടാക്സ് ആയിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഡിഡക്ഷൻസ് ആയിട്ട് കൊടുക്കാം. In case of house property held as stock in trade, and നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ, stock in trade, apartment may be held as in stock in trade, and the whole or any part of the property may not let during the whole or part of the previous year. In such cases, the annual value of such a property or part of the property shall be nil. The benefit would be available for the period of 2 years from the end of financial year in which certificate of completion of construction of property is obtained from the competent authority. Competent authority in the certificate കിട്ടി 2 വർഷം വരെ ആനുവൽ വാല്യൂ എന്തായിരിക്കും? നില്ലായിട്ട് കണക്കാക്കും. അത്രയല്ലോ. ഇൻ കേസ് ഓഫ് എ ഹൗസ് പ്രോപ്പർട്ടി, എ പോർഷൻ ലെറ്റ് ഔട്ട് ആൻഡ് എ പോർഷൻ സെൽഫ് ഓക്കുപൈഡ്. അതായത് ചില ഹൗസിൽ അല്ലെങ്കിൽ ചില പ്രോപ്പർട്ടീസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, താഴെ അവർ താമസിക്കും, മുകളിൽ എന്ത് ചെയ്യും? റെന്റിന് കൊടുക്കും. ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻ ആണ് കേസസ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി, പോർഷൻ ലെറ്റ് ഔട്ട് ആൻഡ് എ പോർഷൻ സെൽഫ് ഓക്കുപൈഡ്. Income from any portion or property which is let out shall be computed separately under the let out property. Another portion is self-occupied shall be computed under self-occupied property. അതായത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കണക്കാക്കുക. അതായത് സെൽഫ് ഓക്കുപൈഡ് പ്രോപ്പർട്ടി ടാക്സ് ചെയ്യുന്നത് സെപ്പറേറ്റും ഈ ലെറ്റ് ഔട്ട് ആയത് ടാക്സ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിരിക്കും. ഒരേ ബിൽഡിംഗ് ആണെങ്കിൽ തന്നെ 2 സെപ്പറേറ്റ് ആയിരിക്കും കണക്കാക്കുക. മുനിസിപ്പൽ വാല്യൂ ഇഫ് നോട്ട് ഗിവൺ സെപ്പറേറ്റ്ലി ഷാൽ ബി അപ്പോർഷൻഡ് ബിറ്റ്വീൻ ദി ലെറ്റ് ഔട്ട് പോർഷൻ. അതായത് ചിലപ്പം 4 റൂമിനായിരിക്കും എന്ത് ചെയ്യുക? 50,000 രൂപ മുനിസിപ്പൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ സിറ്റുവേഷനിൽ ഇപ്പൊ ഒരു റൂമാണ് ലെറ്റ് ഔട്ടിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 1/4 50,000 1/4 എന്ത് ചെയ്യും? മുനിസിപ്പൽ വാല്യൂ അങ്ങനെ പെയർ റെന്റ് സ്റ്റാൻഡേർഡ് റെന്റ് എല്ലാം കണക്കാക്കിയിട്ട് എന്ത് ചെയ്യും? GAV കാണും. അങ്ങനെ NAVയിലൊക്കെ എത്തും. MT അങ്ങനെ തന്നെ മുനിസിപ്പൽ ടാക്സ് ഏതിനാണോ അടച്ചത്. ഇപ്പൊ സെൽഫ് ഓക്കുപൈഡ് എന്തായാലും ചിലപ്പോൾ അടച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അടക്കാം. maybe up to the situation, maybe up to the persons and up to the situation. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ലെറ്റ് ഔട്ട് പോർഷൻസിന് എന്ത് ചെയ്യും? ടാക്സ് എന്ത് ചെയ്യും? MT മുനിസിപ്പൽ ടാക്സ് എന്ത് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. നോഷണൽ ഇൻകം ഇൻസ്റ്റെഡ് ഓഫ് റിയൽ ഇൻകം ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാൻ മതി. എന്താ നോഷണൽ ഇൻകം ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ്. കാരണം നമുക്കിപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ആക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇൻകം വരുന്നില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇൻകം ആയിട്ട് കണക്കാക്കുന്നത് നോഷണൽ ഇൻകം എന്നാ പറയാറുണ്ട്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ആ ഒരു ബോക്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ട്രീറ്റ്മെന്റ് ഓഫ് അൺറിയലൈസ്ഡ് റെന്റ്, ഇതാണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ്. അതായത് ചില സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യും? റെന്റ് റിക്കവർ ചെയ്യാൻ പറ്റാതിരിക്കും. ഇപ്പൊ എന്റെ വീട്ടിൽ വന്ന് താമസിച്ച ഒരാള്, അയാൾ എന്ത് ചെയ്യുക? ചിലപ്പോൾ ഇൻസോൾവെന്റ് ആയി പോവുക, അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ മരിച്ചു പോവുക, അയാൾ അനന്തരാവകാശിനെ കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റുക. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അൺറിയലൈസ്ഡ് റെന്റിന് പ്രസക്തി കൂടുന്നത്. കാരണം അൺറിയലൈസ്ഡ് റെന്റ് എപ്പോൾ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ sometimes the tenant may be dead or his successor cannot be find out, or he became insolvent, or sometimes he may be asking for excuses and he may be escaped to any other places. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അൺറിയലൈസ്ഡ് റെന്റിന് കൂടുതൽ പ്രസക്തി. അപ്പൊ അൺറിയലൈസ്ഡ് റെന്റ് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നാണ് ചോദിക്കുന്നത്. The actual rent received should not include any amount of rent which is not capable of realizing. അതായത് റിയലൈസ് ചെയ്യാത്ത അല്ലെങ്കിൽ കൈസം കിട്ടാത്ത ഒരു എമൗണ്ടും എന്തെയില്ല ആക്ച്വൽ റെന്റിൽ വരില്ല. നമ്മൾ AR കാണുമ്പോൾ ആക്ച്വൽ റെന്റ് കാണുമ്പോൾ അതിൽ കിട്ടാത്ത ബീങ് അൺറിയലൈസ്ഡ് ആയിട്ടുള്ള ഒരേ എമൗണ്ട് പോലും വരരുതെന്നാണ് പറയുന്നത് CBDT. പക്ഷെ അൺറിയലൈസ്ഡ് റെന്റിന്റെ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഈ 4 കണ്ടീഷൻസ് എന്താണ് ഫോളോ ചെയ്യണം. ദ ടെനൻസി ഈസ് ബോണഫൈഡ്, ഈ കൊടുത്തത് മാന്യമായിട്ടായിരിക്കണം. അല്ലാണ്ട് വിജയമല്യക്ക് കോടികൾ കട്ടുകൊണ്ട് പോയിട്ട് വിജയമല്യക്ക് ഹൗസ് ലെറ്റ് ഔട്ടിന് കൊടുത്തിട്ട് അയാൾ ഓടിപ്പോയി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ടെനൻസി ഈസ് നോട്ട് എ ബോണഫൈഡ്.
He may be knowing about him. Is it right? Yeah, he may be knowing about him. He must know about him, his personality, his paying capacity. It must be considered while giving a property or building to a rent. That am I right? Yes. But the defaulting tenant has vacated. All steps have been taken to compel him to vacate the property. അതായത് ഇതിൽ ഇപ്പോൾ നെക്സ്റ്റ് പറയുന്ന കണ്ടീഷൻസ് ആണ് ഡിഫോൾട്ടിംഗ് ടെനന്റ് ഹാസ് വെക്കേറ്റഡ് ഓർ സ്റ്റെപ്സ് ഹാവ് ടേക്കൺ ടു കമ്പൽ ഹിം ടു വെക്കേറ്റ് ദ പ്രോപ്പർട്ടി. അതായത് അയാൾ എന്തെങ്കിലും ഇൻസോൾവെന്റ് ആയിട്ടാണ് വെക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഫോൾട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അയാളെ പുറത്താക്കാനുള്ള അല്ലെങ്കിൽ അയാളെ വെക്കേറ്റ് ചെയ്യിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ വെക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം. The defaulting tenant is not in occupation of any other property of the assessee. അതായത് അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അസസ്സിന്റെ ഞാനൊരു അസസ്സി, ഞാനാണ് ഓണർ എന്ന് വിചാരിക്കും. അപ്പോൾ ഓണർ ആണെങ്കിൽ എനിക്ക് 2-3 പ്രോപ്പർട്ടി ഉണ്ട്, ഒരു ഷോപ്പും ഉണ്ട്. എൻ്റെ വീട്ടിൽ താമസിക്കുന്ന റെന്റിന് താമസിക്കുന്ന ഒരാള് ഞാൻ എൻ്റെ ഷോപ്പിൽ നിർത്താണ്. ആ ഷോപ്പിൽ നിന്ന് ഞാൻ ആരെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ, അയാളെ ഡിസ്മിസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഞാനും അയാളുമായിട്ട് രഹസ്യ ബന്ധമുണ്ടെന്നല്ലേ. ദർസ് എ കോയിൻസിഡൻസ്, ഒരു രഹസ്യ ബന്ധമുണ്ടെന്നാണ് അർത്ഥം. The defaulting tenant is not in occupation of any other property of the assessee. അസസ്സിന്റെ ഒരു പ്രോപ്പർട്ടിയിലും അയാൾ എന്തായിട്ടുണ്ടാകുമ്പോൾ ഓക്കുപേഷനിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. The assessee has taken all the reasonable steps to institute legal proceedings for the recovery of the unpaid rent or satisfy the assessing officer that legal proceeding will be useless. അതായത് ഈ റെന്റ് കിട്ടാത്ത റെന്റ് ഉണ്ടാവുമല്ലോ, ഈ അൺറിയലൈസ്ഡ് ആയിട്ടുള്ള റെന്റ്, ആ റെന്റ് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ നടപടികളും ആര് സ്വീകരിച്ചിട്ടുണ്ട്? അസസ് സ്വീകരിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അസസിംഗ് ഓഫീസറെ ബോധ്യപ്പെടുത്തണം എന്ത്, what has to satisfy the assessing officer the legal proceeding would be useless. അങ്ങനെ ഒരു ലീഗൽ പ്രൊസീഡിങ്സ് എടുത്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ നോ റീസൺ, അല്ലെങ്കിൽ നോ യൂസ്, അതെന്ത് ചെയ്യണം? പ്രൂഫ് ചെയ്തിരിക്കണം. അയാൾ പ്രൂഫ് ചെയ്തിരിക്കണം, കറക്റ്റ് ഡോക്യുമെന്റ് കറക്റ്റ് കാര്യങ്ങളും വെച്ചിട്ട് എന്ത് ചെയ്യണം? അസസിംഗ് ഓഫീസർക്ക് എന്ത് ചെയ്യണം? ബോധ്യപ്പെടുത്തി കൊടുക്കണം. There is no use while taking actions against him or proceedings against him. നെക്സ്റ്റ് പറയുന്നത് മുനിസിപ്പൽ ടാക്സ്. എന്താണ് മുനിസിപ്പൽ ടാക്സ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. പ്രോപ്പർട്ടി ടാക്സ് ആർ അലവബിൾ ആസ് റിഡക്ഷൻസ് അണ്ടർ GVA സബ്ജക്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യും? മുനിസിപ്പൽ ടാക്സ് എന്ത് ചെയ്യും? ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. GVA എന്ത് ചെയ്യും? ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. പക്ഷെ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. വാട്ട്? ഇറ്റ് ഷുഡ് ബി ബോൺ ബൈ അസസ്സി. അസസ്സി ആയിരിക്കണം അതെന്ത് ചെയ്തിട്ടുണ്ടാവേണ്ടത്? പേ ചെയ്തിട്ടുണ്ടാവേണ്ടത്. It should be borne by assessing. It should be actually paid during the previous year. Previous year ആയിരിക്കണം ഇത് പേ ചെയ്യേണ്ടത്. It should be actually paid during the previous year. Then if the property tax levied by the local authority which are not paid during the year, no deductions shall be allowed. അതായത് പേ ചെയ്തിരിക്കണം, ടാക്സ് എന്ത് ചെയ്യണം? പേ ചെയ്തിരിക്കണം. മുനിസിപ്പൽ ടാക്സ് പേ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യും? ഡിഡക്ഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ മുനിസിപ്പൽ ടാക്സ് അറിയർ ആക്കി വെച്ചുകൊണ്ട് എന്തില്ല? ഡിഡക്ഷൻസ് ആയിട്ട് കിട്ടില്ല. However, if it is subsequent year the arrears are paid, then amounts of paid as deductions allowed for computation of income. അതായത് arrears ആക്കി വെച്ചു, മുനിസിപ്പൽ ടാക്സ് എന്ത് ചെയ്യുക? പേ ചെയ്തിട്ടില്ല, അടുത്ത വർഷം അത് പേ ചെയ്തു, 2 വർഷത്തിൽ കൂടി ഒപ്പരം പേ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ 2 വർഷത്തെ എന്ത് ചെയ്യും? മുനിസിപ്പൽ ടാക്സ് എന്ത് ചെയ്യുക? ഡിഡക്ഷൻസ് ആയിട്ട് കിട്ടും. ഡിഡക്ഷൻസ് ആയിട്ട് എന്ത് ചെയ്യും? അലൗ ചെയ്യും. Thus, we find irrespective of the previous year in which the liability to purchase arises, according to the method of accounting regularly employed by the owner, the deduction in respect of such taxes will be allowed on the year actual payment of the owner. അതായത് ജസ്റ്റ് ഇത്രേ പറയുന്നുള്ളൂ, എപ്പോഴാണോ പേ ചെയ്യുന്നത് മുനിസിപ്പൽ ടാക്സ്, എപ്പോഴാണോ പേ ചെയ്യുന്നത് അപ്പോഴേ എന്തെങ്കിലും ഡിഡക്ഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. In case of property situated outside India, tax levied by the local authority of the country in which property is situated is deductible. In case of property situated outside India, taxes levied by the local authority of the country in which property is situated is deductible. അതായത് ആ സ്ഥലത്തെ മുനിസിപ്പൽ അതോറിറ്റിയോ അല്ലെങ്കിൽ ആ സ്ഥലത്തെ ദുബായിലാണെങ്കിൽ ദുബായ് അതോറിറ്റി, കൺസേൺ അതോറിറ്റി ഇൻ വിച്ച് പ്രോപ്പർട്ടി ടാക്സ് ലെവൽ ബൈ ലോക്കൽ അതോറിറ്റി എന്ത് ചെയ്യും? ഡിഡക്ഷൻസ് ആയിട്ട് കിട്ടും. ലോക്കൽ അതോറിറ്റി മാത്രമേ ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഇൻ റെസ്പെക്ട് ഓഫ് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി അതായത് MT മുനിസിപ്പൽ ടാക്സ് എന്തെങ്കിലും അതിനില്ലായിരിക്കും. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി സംബന്ധിച്ചിടത്തോളം മുനിസിപ്പൽ ടാക്സ് എന്ത് ചെയ്യും? നില്ലായിരിക്കും. കാരണം ആ ബെനിഫിറ്റ് എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് NAV നെറ്റ് ആനുവൽ വാല്യൂ നില്ലായിട്ട് കണക്കാക്കുന്നത്. ഇനി
നമ്മളെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഈ റെന്റലായിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, കുറെ ഡിഡക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഡിഡക്ഷൻസ് എന്തുണ്ട് കൊടുക്കുന്നുണ്ട്. അസസിക്ക് എന്ത് ചെയ്യും, കറക്റ്റ് ഒരുപാട് ഡിഡക്ഷൻസ് നമ്മൾ ഫേവറായിട്ട് ചെയ്യുന്നുണ്ട്. വി ആർ പ്രൊവൈഡിങ് ഷെൽട്ടർ ടു ദ പീപ്പിൾ, റൈറ്റ്? Yes, we are satisfying a basic needs of a human. So the government is considering various deductions and exemptions. അങ്ങനെ 2-3 എക്സെപ്ഷൻസ് ആണ് ഇവിടെ പറയാനുള്ളത്. 30% ഓഫ് NAV എന്ത് ചെയ്യും, ഡിഡക്ഷൻസ് ആയിട്ട് കിട്ടും. രണ്ട് ഡിഡക്ഷൻസ് ആയിട്ട് മെയിൻ ആയിട്ട് കിട്ടുക 30% ഓഫ് NAV-യും ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റലും. 30% ഓഫ് NAV നമ്മൾ നേരത്തെ കണക്കാക്കി NAV ഇല്ലേ, മുനിസിപ്പൽ ടാക്സ് ഡിഡക്ട് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആയ NAV, നെറ്റ് ആനുവൽ വാല്യൂ, അതിന്റെ 30% എന്ത് ചെയ്യും, ഡിഡക്ഷൻസ് ആയിട്ട് കിട്ടും. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി 70% ടാക്സ് കൊടുത്താൽ മതി എന്നർത്ഥം. This is a flat deduction and allowed irrespective of tax or expenditure income. എത്രയാണോ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എത്രയാണോ ഇൻകം ജനറേറ്റ് ഒന്നും അറിയണ്ട, ജസ്റ്റ് ഫ്ലാറ്റ് ഡിഡക്ഷൻ. 30% ഫ്ലാറ്റ് ഡിഡക്ഷൻ. NAV 100 രൂപ ആണെങ്കിൽ എന്ത് ചെയ്യും, 30% ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അപ്പൊ 70 രൂപയ്ക്ക് എന്ത് ചെയ്യണം, ടാക്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നിടും. The SSC will not be entitled to deduction of 30% in the following cases at the annual value itself is nil. അതായത് NAV നെല്ലായ കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. NAV ഇപ്പം സെൽഫ് ഓക്കപ്ഡ് പ്രോപ്പർട്ടീസ് ആണെങ്കിൽ, അതുപോലെ സ്റ്റോക്ക് ആൻഡ് ട്രേഡ് ആണ് 2 years വരെ. ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യും, SSC will not be entitled to deduction of 30%. 30% ഡിഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ആനുവൽ വാല്യൂ ഓൾറെഡി നെല്ലാണ്. പിന്നെ ആദ്യം ഡിഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യം എന്താണ്, ഇല്ലല്ലോ. Am I right? Yes. എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, what I'm trying to conceive is that in such cases, in case of self-occupied property and in case of stock in trade, we will not be entitled to 30% deduction. Thus, we is not entitled for 30% deductions. Interest on borrowed capital is allowed as deductions. Interest payable on loans borrowed for the purpose of acquisition, construction, repairs, renewal, or reconstruction can be claimed as deductions. അതായത് നമ്മളിപ്പം ചില ആൾക്കാർ എന്ത് ചെയ്യും, ലോൺ എടുത്തിട്ടായിരിക്കും അതിന്റെ എന്താ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാവാം, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ബിൽഡ് ചെയ്തിട്ടുണ്ടാവാം. There may be construction or acquisition or repairs may be undertaken by taking loans or by borrowing. In such cases, the interest on such borrowed capital shall be allowed as deductions. അതിന്റെ പ്രിൻസിപ്പൽ ഡിഡക്ഷൻ എന്ത് ചെയ്യും, 80cc കിട്ടും. 80D, I think 80D or 80 in case chapter 6 ഡിഡക്ഷൻ കിട്ടും. അതിന് ഇൻട്രസ്റ്റ് ചെയ്ത് കിട്ടും, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലായിട്ട് കിട്ടും. പക്ഷെ അതിന് വേറൊരു കണ്ടീഷൻ കൂടി ഉണ്ട്. കണ്ടീഷൻസ് അല്ല, അതിന്റെ വേറൊരു വകഭേദം അല്ലെങ്കിൽ വേറൊരു പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയും, ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. അതായത് പ്രീ കൺസ്ട്രക്ഷൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ചില ലോൺസ് വെക്കുന്നത് ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യുന്ന അന്ന് മുതൽ എന്ത് ചെയ്യും, ലോൺ എടുത്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എപ്പാ ഉണ്ടാവാം, ഇത് കൺസ്ട്രക്ട് ചെയ്ത് റെന്റിന് കൊടുത്തതിന് ശേഷമാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടാവാം. അപ്പൊ ഇതിന് മുമ്പേ വന്ന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ, അതെന്ത് ചെയ്യും, ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. പക്ഷെ എങ്ങനെ ഡിഡക്ഷൻ ആയിട്ട് കിട്ടും, ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ബോറോഡ് ക്യാപിറ്റൽ ഫോർ ദ പീരീഡ് prior to the previous year in which property has been acquired or constructed, as reduced by any part thereof allowed as deduction under any provision of the act, can be claimed as deduction over a period of 5 years in equal installment commencing from the years of acquisition or completion of construction. അതായത് ഞാനൊരു വീടുണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ആദ്യം എടുത്ത ലോണായിരുന്നു. ആ ലോൺ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് അടിച്ചു, അതിന്റെ പ്രിൻസിപ്പൽ അടിച്ചു, ഇൻട്രസ്റ്റ് അടിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ പ്രോപ്പർട്ടി എന്ത് ചെയ്തു, ലെറ്റ് ഔട്ട് ചെയ്തിട്ട് ഒരു റെന്റൽ ഇൻകം എനിക്ക് കിട്ടി. ഇപ്പൊ റെന്റൽ ഇൻകം കിട്ടാൻ കാരണം ഞാൻ ഇത് ഉണ്ടാക്കിയതുകൊണ്ടല്ലേ. ഉണ്ടാക്കാൻ കാരണം എന്താ, ലോണാണ്. അപ്പൊ ഉണ്ടാക്കാൻ എനിക്ക് ബേസിക് ആയിട്ടുള്ള ഇൻകം വന്നത്, ഇത് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് കൺസ്ട്രക്ട് ചെയ്ത് കെട്ടിപ്പൊക്കാൻ എനിക്ക് കിട്ടിയ ഇൻകം ഏതാ, ലോണാണ്. അപ്പൊ ആ ലോൺ ഞാൻ ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഇൻട്രസ്റ്റും കൂടി എനിക്ക് ഇതായിട്ട് കിട്ടണം. അപ്പൊ അതെങ്ങനെ കണക്കാക്കാം, ഇതുവരെ അടച്ച ഫുൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ, അന്ന് മുതൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്ന പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, എൻ്റെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയത് ഒരു May 26 ആണെന്ന് വെച്ചോ. പക്ഷെ May 26 വരെ ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടില്ല. അതിന്റെ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് അപ്പൊ മാർച്ച് 31 വരെയുള്ള ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, ഡിഡക്ഷൻസ് ആയിട്ട് കിട്ടും. അതായത് കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് മുതൽ March 31 ഹൗസ് കംപ്ലീറ്റ് ആവുന്ന വരെയുള്ള
പ്രീവിയസ് ഇയറിലെ വരെയുള്ള പ്രീവിയസ് ഇയറിലെ ഇൻകം ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. എത്ര എങ്ങനെ 5 ഇയർ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് എത്രയാണോ ഡിഡക്ഷൻ ഇല്ലത് അലൗഡ് ആയ ഡിഡക്ഷൻ എത്രയാണോ അത് 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കിട്ടും. ഓരോ ഇയറിലും എന്ത് ചെയ്യും അതിന്റെ ഒരു 1/5 1/5 എന്ത് ചെയ്യും ഇൻസ്റ്റാൾമെന്റ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അത് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ 2010 ബിൽഡിംഗ് കംപ്ലീറ്റ് ആയെന്ന് വിചാരിച്ചു. 2005 മുതൽ വർക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടലായിട്ട് ഇൻട്രസ്റ്റ് ഞങ്ങൾക്ക് പേ ചെയ്യേണ്ടത് 1,00,000 ഇരിക്കും. 1,00,000 എന്ത് ചെയ്യും 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കിട്ടും. 1,20,000 റുപ്യ എന്ത് ചെയ്യും ഓരോ ഇയറിലും ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. എന്ത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിന്ന് ലെസ് ചെയ്ത് കാണിക്കാം. അതായത് NAV ലെസ് ചെയ്യാം. എന്ത് ഇതെടുക്കാം ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും 20,000 ഡിഡക്ഷൻ ആയിട്ട് കിട്ടുന്ന അർത്ഥം. ഇൻട്രസ്റ്റ് ഫോർ ദ ഇയർ ഇൻ വിച്ച് കൺസ്ട്രക്ഷൻ ഈസ് കംപ്ലീറ്റഡ് കംപ്ലീറ്റ് ആയ ഇയർ ഉണ്ടാവില്ലേ. അതായത് ഇപ്പം മെയ്യിലാണെങ്കിൽ May 26 കംപ്ലീറ്റ് ആയെങ്കിൽ April 1 മുതൽ അടുത്ത March 31 വരെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും ഫുൾ ആയിട്ട് ഡിഡക്ഷൻ കിട്ടും. എത്രയാണെന്നുള്ളത് ഫുൾ ആയിട്ട് ഡിഡക്ഷൻ കിട്ടും. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സെൽഫ് ഓക്കുപൈഡ് ഓൺ വേർ ആനുവൽ വാല്യൂസ് നെയിം. ഇനി സെൽഫ് ഓക്കുപൈഡ് കേസസിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ സെൽഫ് ഓക്കുപൈഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിൽ വാല്യൂ ആണ്. ഇനി അതിന്റെ മുകളിൽ കുറെ ഡിഡക്ഷൻ കയറ്റി കഴിഞ്ഞാൽ പിന്നെ മൈനസ് there will be a big minus and it will be a great loss for the government too, for the CBDT and the department too, even in the income tax department. So they have restricted the deductions permissible under the self-occupied property. Self-occupied property ക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. ലോൺ എടുത്തത് 1/4/1999 അതായത് 1999 മുന്നേ ആണെങ്കിൽ ഇൻട്രസ്റ്റ് പേയബിൾ എത്രയാണെങ്കിലും എത്ര കിട്ടുള്ളൂ 30,000 ഡിഡക്ഷൻ ആയിട്ട് കിട്ടുള്ളൂ. എത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിക്കോട്ടെ പക്ഷെ എത്ര മാക്സിമം എത്ര കിട്ടുള്ളൂ 30,000 കിട്ടുള്ളൂ. ലോൺ ബോറോഡ് ഓൺ ഓർ ആഫ്റ്റർ 1499 അതായത് 1999 ശേഷമാണ് 1499 ശേഷമാണ് ബോറോ ചെയ്തതെങ്കിൽ ലോൺ എടുത്തതെങ്കിൽ ആ ലോൺ കൺസ്ട്രക്ഷനും എക്വിസിഷനും വേണ്ടിയിട്ടാണെങ്കിൽ മാക്സിമം ഡിഡക്ഷൻ എത്ര കിട്ടുള്ളൂ 2 lakh കിട്ടുള്ളൂ. അതായത് എത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിക്കോട്ടെ ഇറ്റ് ഈസ് നോട്ട് ബോതേർഡ് just 2 lakh, just 2 lakh. If the amount is just less than 2 lakh, it will be allowed. Maximum deduction allowed in case of a loan borrowed on or after 1499 will be just 2 lakh. Any next case in the if property, in case if the property has if the loan has taken for the repair or reconstruction. അതായത് ചില റിപ്പയർ ഇന്റീരിയർ വർക്ക്സോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും റിപ്പയർസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലോൺ എടുത്തതെങ്കിൽ ഇതിന്റെ ഇൻട്രസ്റ്റ് എങ്ങനെ കിട്ടും 30,000 മാത്രമേ എന്തെങ്കിലും ഡിഡക്ഷൻ ആയിട്ട് കിട്ടുള്ളൂ. അതായത് 1499 മുമ്പാണെങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ഡിഡക്ഷൻ എത്ര കിട്ടുള്ളൂ 30,000. അത് എന്തിനായിക്കോട്ടെ റീകൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ റിപ്പയർ ആയിക്കോട്ടെ കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ വാട്ട് എവർ മേ ബി മാക്സിമം ഡിഡക്ഷൻ അലൗ 30,000. If it is taken after 1499 and if the purpose of such borrowing or such loan is construction or acquisition of a residential property, then the maximum deduction allowed is 2 lakh. In case of the loan taken for the renewal or repair, the maximum deduction allowed is just 30,000. ഇതാണ് സെൽഫ് occupied property കേസസിലെ ഡിഡക്ഷൻസ്. അതിന്റെ കുറച്ച് കാര്യങ്ങൾ അതാ ഈ ഇലസ്ട്രേഷൻസിന്റെ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണും. ഈ ഇലസ്ട്രേഷൻ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് വെക്കും. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ അക്വിസിഷൻ ഓഫ് റെസിഡൻഷ്യൽ 3 ലക്ഷം വരെ എന്തുണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ എത്ര അലൗഡ് 2 ലക്ഷം റിപ്പയറിന് വേണ്ടിയിട്ടാണ്. അത് 55,000 അവരെന്ത് ചെയ്യുന്നു ഇൻട്രസ്റ്റ് അടച്ചിട്ടുണ്ട്. പക്ഷെ എത്ര കിട്ടുമല്ലോ 30,000 ഡിഡക്ഷൻ ആയിട്ട് കിട്ടുമല്ലോ. പക്ഷേ ഈ ലിമിറ്റ് ഈ സീലിംഗ് ലിമിറ്റ് നോട്ട് ബി അപ്ലൈഡ് ടു ലെറ്റ് ഔട്ട് ഓർ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. സെൽഫ് ഓക്കുപൈഡ് പ്രോപ്പർട്ടിക്ക് മാത്രമേ ഈ റെസ്ട്രിക്ഷൻസ് ഉള്ളൂ. ഇൻ കേസ് ഓഫ് ലെറ്റ് ഔട്ട് ഓർ ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഓൺ ഡിഡക്ഷൻസ് ഇൻ കേസ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ. ബോറോഡ് ക്യാപിറ്റലിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരുന്ന ഇൻട്രസ്റ്റിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ലെറ്റ് ഔട്ട് ആണെങ്കിൽ ഫുള്ളായിട്ട് ഡിഡക്ഷൻ കിട്ടും. ഇൻട്രസ്റ്റ് അലൗഡ് ഓൺ എക്രൂവൽ ബേസിസിലാണ് ഡിഡക്ഷൻ. പേ ചെയ്താൽ മാത്രമല്ല. If such interest is accrued or if such is interest is in arrear also, it will be allowed as deductions. Unpaid purchase price would be considered as capital borrowed. In case if I am investing 100 lakhs or 1 crore for purchasing a house or residential property,
ആ അൺപെയ്ഡ് ആണെങ്കിൽ പോലും ആ എമൗണ്ട് എന്ത് ചെയ്യാണ്, അൺപെയ്ഡ് ആണെങ്കിൽ പോലും ക്യാപിറ്റൽ ഫോർവേഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഇൻട്രസ്റ്റ് ഓൺ അൺപെയ്ഡ് ഇൻട്രസ്റ്റ് ഈസ് നോട്ട് ഡിഡക്റ്റബിൾ. ഇൻട്രസ്റ്റ് ഓൺ അൺപെയ്ഡ് ഇൻട്രസ്റ്റ്, അതായത് അൺപെയ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ, അതായത് നമ്മളിപ്പോൾ അടച്ചിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ജൂണിൽ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നിരിക്കും, ആ ഇൻട്രസ്റ്റ് ഞാൻ അടച്ചിട്ടില്ല. അപ്പൊ ആ ഇൻട്രസ്റ്റിന്റെ മുകളിൽ കൂട്ട് പലിശയും കൂടി കയറും. ആ കൂട്ട് പലിശ എന്തല്ല, ഡിഡക്ഷൻ അല്ല, ഡിഡക്ഷൻ അലൗഡ് അല്ല. ഡിഡക്ഷൻസിന്റെ ജസ്റ്റ് ഒരു സമ്മറി വ്യൂ ഉണ്ട്. ലെറ്റ് ഔട്ട് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഓഫ് NAV, ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ഫുള്ളി അലൗഡ് ആണ്. ഇനി സെൽഫ് ഓക്കുപൈഡ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ എന്ത് ചെയ്യുക, wherever loan is taken for repair, അത് നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ 1/4/1999 ആണ് ഫുൾ 30,000ഉം, പിന്നെ 1/4/99 ശേഷം ആണെങ്കിൽ 30,000ഉം 2 lakh. ഇതെന്താണ് അലൗഡ് ആസ് ഡിഡക്ഷൻ. അപ്പൊ നമ്മളെ ചാപ്റ്റർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഒരു ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടീന്റെ ഇത് കാണല്, അല്ലെങ്കിൽ GVA അല്ലെങ്കിൽ NAV അങ്ങനെ കാണല്, അതിന്റെ ഫോർമാറ്റ് ആണിത്. ഫസ്റ്റ് എന്ത് ചെയ്യുക, ER ഹയറോ MAV നേരത്തെ പറഞ്ഞ GVA കാണുക, GAV കാണുക, അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് ഡിഡക്ട് ചെയ്യുക. അപ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ NAV കിട്ടും. NAV നിന്ന് എന്ത് ചെയ്യുക, 30% ഓഫ് NAV ഡിഡക്ഷൻസ് ആയിട്ട് എടുക്കുക. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, ബോറോഡ് ക്യാപിറ്റൽ എന്ത് ചെയ്യുക, ഡിഡക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ ആയിട്ട് എല്ലാ ഇലസ്ട്രേഷൻസും എല്ലാ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ ചാപ്റ്റർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം സമ്മറി തന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വാട്സപ്പ് നമ്പറും കൂടി ലിങ്കിൽ ഉണ്ടാവും, യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിലും ബോക്സിൽ എന്ത് ചെയ്യും, ഇതിന്റെ ലിങ്ക്, വാട്സപ്പ് നമ്പറിന്റെ ലിങ്ക് ഉണ്ടാവും. എന്ത് ചെയ്യാം, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആസ്ക് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഡൗട്ട്സ് എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യാം. എത്രയും പെട്ടെന്ന് ഡൗട്ട്സ് ക്ലിയർ ആയിരിക്കും, അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും. സോ നിങ്ങളുടെ ഡൗട്ട്സ് ആണ് ക്ലാസ് എടുക്കാൻ പ്രേരണ എന്ന് പറയുന്നത്. അപ്പോൾ ഡൗട്ട്സ് കുറെ ആൾ ചോദിക്കുന്നുണ്ട്, കുറെ തീർത്തിട്ടുണ്ടെന്നാണ്, ഓൾമോസ്റ്റ് എല്ലാ ഡൗട്ട്സും തീർത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇതിന്റെ ഷോർട്ട് നോട്ട്സ്, ഇതിന്റെ കുറച്ച് ബ്രീഫ് ആയിട്ടുള്ള എക്സാമിനേഷന്റെ മുമ്പ്, എക്സാമിന് മുമ്പ് ജസ്റ്റ് നോക്കാൻ പറ്റിയൊരു നോട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ലിങ്ക് എന്ത് ചെയ്യും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. കൂടുതൽ വീഡിയോ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക. There is no, it is up to you whether you like the classes, just like it. If you don't like it, just dislike it. It is up to you. So നമ്മൾ ചാപ്റ്റർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ചാപ്റ്റർ അത്യാവശ്യം തന്നിട്ടുണ്ട്. ഇനിയുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, ഫുൾ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. സോ താങ്ക് യു വെരി മച്ച്.